വടകര കോൺഗ്രസിന് കീറാമുട്ടിയാകുന്നു. വടകരയിൽ പ്രവീൺ കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം രംഗത്ത്. വടകരയിലുണ്ടാവുക ശക്തനായ സ്ഥാനാർത്ഥിയെന്ന് ബെന്നി ബെഹനാൻ. വിവരങ്ങളുമായി പി വി കുട്ടൻ ചേർന്നുണ്ട്. കുട്ടൻ, ഇപ്പോൾ ഒരു പ്രവീൺ കുമാറിന്റെ പേരാണ് വടകരയിലേക്ക് പറഞ്ഞു കേൾക്കുന്നത്. ദുർബലനായ സ്ഥാനാർത്ഥി എന്ന ആരോപണത്തിൽ ശക്തമായ വിമർശനമാണോ ഈ ഒരു നീക്കത്തിനെതിരെ ഉയർന്നു വരുന്നത്? മനു, വടകരയിൽ LDFന്റെ പ്രചാരണം വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി പി ജയരാജന്റെ പര്യടനം വലിയ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ഈ ഘട്ടത്തിൽ ഇതുവരെയായിട്ടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി UDFന് സാധിച്ചിട്ടില്ല. അതാണ് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും ആശയക്കുഴപ്പത്തിനും ഒക്കെ ഇടയാക്കിയിരിക്കുന്നത്. നേരത്തെ MP ആയിരുന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഈ സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നായിരുന്നു പൊതുവിൽ പ്രതീക്ഷിച്ചിരുന്നത്. അവിടുത്തെ അണികൾ അത്തരം ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാനില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അവിടെ മണ്ഡലത്തിൽ വലിയ വെല്ലുവിളികൾ ഉയരുമെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപാട് വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന വാഗ്ദാനം നൽകിയിട്ട് അതൊന്നും നടപ്പിലാക്കിയില്ല എന്നുള്ള ഒരു വലിയ ആരോപണം ആ മണ്ഡലത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് RMPയുടെ പിന്തുണ പോലും കോൺഗ്രസിന് പ്രഖ്യാപിച്ചത്. ഇത്തരത്തിലൊക്കെ LDFനെതിരെ വലിയ രീതിയിലുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ആ മേഖലയിൽ നടക്കുന്ന ഒരു ഘട്ടമാണ്. എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ മത്സരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. പരാജയ ഭീതി മൂലമാണ് അദ്ദേഹം അവിടുന്ന് പിന്മാറുന്നത് എന്നാണ് ഇപ്പോൾ പൊതുവിൽ രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിലുള്ള സംസാരം. അതേസമയത്ത് തന്നെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനെ രംഗത്തിറക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. അദ്ദേഹം KPCCയുടെ സെക്രട്ടറിയാണ്. നേരത്തെ നാദാപുരം അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. പ്രവീണിനെ വടകരയിൽ രംഗത്തിറക്കുന്നതിനെതിരെയും ഒരു വിഭാഗം വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും വടകര സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്തതും ഇനി അഥവാ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായാൽ തന്നെ അത് പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥാനാർത്ഥി ആണെങ്കിൽ അത് സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്ത് വടകര മേഖലയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കുട്ടൻ, ഓരോ സീറ്റും നിർണായകമാണ് എന്ന്, ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് എന്ന് കോൺഗ്രസ് ഓരോ നിമിഷവും പറയുമ്പോഴും പക്ഷേ വടകരയിൽ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ പോലും അവർക്ക് നിർത്താൻ കഴിയുന്നില്ല. മുല്ലപ്പള്ളി 2 തവണ MP ആയ ആളാണ്. അദ്ദേഹം അവിടെ ഇനി മത്സരിക്കാൻ തയ്യാറല്ല എന്ന രീതിയിലാണ് പറയുന്നത്. ഒപ്പം തന്നെ ഒരു ഘട്ടത്തിൽ സിദ്ദിഖിന്റെ പേര് വടകരയിൽ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ വയനാടല്ലാതെ മറ്റൊരു സീറ്റിലും മത്സരിക്കില്ല എന്നാണ് സിദ്ദിഖും നിലപാടെടുത്തത്. ഈ ഷുവർ സീറ്റുകളല്ല എന്ന് പറയുന്ന സീറ്റുകളിലല്ലാതെ ഇത്തരത്തിൽ മത്സരമുള്ള സീറ്റുകളിലേക്ക് വരാൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിലെ ഈ നേതാക്കൾക്ക് ഭയമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പി ജയരാജൻ വടകരയിൽ എത്തിയതോടെ അവിടെ കാര്യങ്ങൾ ഇടതുമുന്നണിക്ക് കൂടുതൽ അനുകൂലമാകുന്നു എന്ന വിലയിരുത്തലിലാണോ മുതിർന്ന നേതാക്കൾ കോൺഗ്രസിന്റെ പിന്മാറുന്നത്? പൊതുവിൽ അങ്ങനെ ഒരു വിലയിരുത്തലും അത്തരത്തിലുള്ളൊരു അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വം അതുപോലെ തന്നെ പൊതു കേന്ദ്രങ്ങളും ഒക്കെ വിലയിരുത്തുന്നത്. വടകരയിൽ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ LDF സ്ഥാനാർത്ഥിയെയും LDFന്റെ മുന്നേറ്റത്തെയും ഭയപ്പെടുന്നുണ്ടാകാം അത്തരമൊരു നീക്കം. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണമെന്ന് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. തൊട്ട് മുമ്പ് ബെന്നി ബെഹനാൻ, UDF കൺവീനർ ബെന്നി ബെഹനാൻ പോലും ഈ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ മുല്ലപ്പള്ളി ഒരു കാരണവശാലും അവിടെ മത്സരിക്കാത്ത ഒരു സാഹചര്യം. അതുപോലെ തന്നെ സിദ്ദിഖ്, കോഴിക്കോട് DCC പ്രസിഡന്റ് കൂടിയായ സിദ്ദിഖിനും വടകരയിൽ മത്സരിക്കാൻ വേണ്ടി ആദ്യം അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹവും ആ സ്ഥാനം ഏറ്റെടുത്തു. ഞാൻ പറയാം, ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ M ജയചന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ M ജയചന്ദ്രൻ, ഹലോ, പറയൂ. കേൾക്കാമോ താങ്കൾക്ക്? അതായത് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്, ഓരോ സീറ്റും നിർണായകമാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം, രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് വ്യക്തമാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വടകരയിൽ മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ തയ്യാറാകാത്തതെന്നാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്? താരതമ്യേന അപ്രസക്തനായ പ്രവീൺ കുമാർ എന്നൊരു സ്ഥാനാർത്ഥിയുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ദുർബലനായ സ്ഥാനാർത്ഥി എന്ന് അവരുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നു. K സുധാകരനും MK രാഘവനും ഒക്കെ ഹൈക്കമാൻഡിന് മുന്നിൽ അത് അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. മറ്റ് മണ്ഡലങ്ങളിലെ സാധ്യതകളെ പോലും വടകരയിലെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ബാധിക്കുമെന്ന് പറഞ്ഞിട്ടും മുല്ലപ്പള്ളി മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. എന്താണ് അതിന്റെ പിന്നിലെ ഒരു കാരണമായി താങ്കൾ നിരീക്ഷിക്കുന്നത്? സ്പഷ്ടമല്ലേ? വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഏക കാരണം എന്ന് പറയുന്നത് 2014 ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് അദ്ദേഹം സിറ്റിംഗ് MP ആണ്. 2014 എത്ര വോട്ടിനാണ് അദ്ദേഹം അവിടെ ജയിച്ചത്? 3360 വോട്ടിന്. ഒരു പഞ്ചായത്തിൽ നിന്ന് LDFന് മറികടക്കാൻ കഴിയുന്ന നിലയിലുള്ള ഭൂരിപക്ഷമേ ഉള്ളൂ. അതെന്നുള്ളത് ഏറ്റവും നന്നായി അറിയുന്നത് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ്. അടിസ്ഥാന കാരണം അത് തന്നെയാണ്, പരാജയഭീതി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. പിന്നെ മറ്റൊരു കാര്യം, ഈ KPCC പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടുപ്പക്കാരായ പല നേതാക്കളോടും വ്യക്തിപരമായി തന്നെ ഷെയർ ചെയ്യുന്ന കാര്യം, ഇനി ഞാൻ വടകരയിൽ മത്സരത്തിനില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും മാധ്യമ പ്രവർത്തകർ നമുക്കൊക്കെ ഏറെ നന്നായി അറിയുന്ന കാര്യമാണ്. പിന്നീടാണ് അദ്ദേഹം KPCC പ്രസിഡന്റായിട്ട് വരുന്നത്.
അപ്പൊ ഇപ്പോ KPCC പ്രസിഡന്റിനുള്ള കപ്പാസിറ്റിയിൽ അത് മത്സരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ നോക്കൂ, മറ്റു സംസ്ഥാനങ്ങളിലെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ പോലും PCC പ്രസിഡന്റുമാർ ലോക്സഭാ മത്സര രംഗത്തുണ്ട്. പിന്നെ ഈ പ്രധാനമായിട്ട് പ്രിയങ്ക ഗാന്ധി കേന്ദ്രീകരിക്കുന്ന UP യിൽ രാജ്ബാബ മത്സര രംഗത്തുണ്ടല്ലോ. അപ്പോ PCC പ്രസിഡന്റുമാര് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ള സ്ഥിതിയില്ല. കേരളത്തില് മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് വ്യക്തമായ കാരണങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും താൻ PCC പ്രസിഡന്റാണ് എന്നൊരു കാര്യം പറയുന്നത്. ശരി, സമ്മതിച്ചു. എങ്കിൽ കോഴിക്കോട് PCC പ്രസിഡന്റായ സിദ്ദിഖ് എന്തുകൊണ്ടാണ് മത്സരിക്കാത്തത് വടകരയിൽ? സിദ്ദിഖിന് വയനാട് മതിയല്ലോ. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പോലും വലിയ വിള്ളലുണ്ടാക്കുന്ന വിധം കാര്യങ്ങൾ ആ നിലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വയനാട്ടിൽ എ ഗ്രൂപ്പ് അത് പിടിച്ചെടുക്കുന്നു. ഒപ്പം പിന്നെ സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കുന്നു, ഷാനി ആലപ്പുഴയിലേക്ക് മാറ്റുന്നു. എന്തുകൊണ്ട് ശ്രീ സിദ്ദിഖ് വടകര തെരഞ്ഞെടുക്കുന്നില്ല? സ്പഷ്ടമാണ്. അപ്പൊ അത് തന്നെയാണല്ലോ ഇദ്ദേഹം പറയുന്നത്, UDF കൺവീനർ പറയുന്നത്. UDF കൺവീനർ പറയുന്നു പ്രബലനായ സ്ഥാനാർത്ഥികളുണ്ടാവും. ആരാണ് പ്രബലൻ? ഇപ്പൊ പറയുന്ന സജീവ് മാറോളിയോ, പ്രവീൺ കുമാറോ, അതല്ലെങ്കിൽ എനിക്ക് അവിടുത്തെ ജനങ്ങളെ പരിചയമില്ല, വോട്ടർമാരെ പരിചയമില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ കൊല്ലം DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയോ? ഇതാണ് പ്രബലരായ സ്ഥാനാർത്ഥികൾ എന്ന് തീർച്ചയായും UDF നേതാക്കൾ പോലും പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കാര്യം സ്പഷ്ടമാണ്. P ജയരാജൻ എന്ന കരുത്തനായ LDF സ്ഥാനാർത്ഥിയെ അവിടെ നേരിടാനായി മുല്ലപ്പള്ളി തയ്യാറല്ല. അദ്ദേഹത്തിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയില്ല എന്നാണ് വിശ്വാസം. ആ വിശ്വാസം അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹത്തിന് അതേ പാത പിന്തുടർന്നുകൊണ്ട് നേതാക്കൾ ആരും തന്നെ അങ്ങോട്ട് പോകാൻ തയ്യാറില്ല. പിന്നെ അങ്ങോട്ട് വിടേണ്ടത് ഏതെങ്കിലും ചാവേറിനെയാണ് അങ്ങോട്ട് വിടേണ്ടത്. ഇതാണ് അവസ്ഥ. ഇതുകൊണ്ട് തന്നെയാണ് വടകര ആർക്കും UDF ആർക്കും വേണ്ടാത്ത സ്ഥിതി ഉണ്ടായിരിക്കുന്നതും. മറ്റു യാതൊരു കാര്യവുമല്ല. ഇവിടെ നമ്മൾ വടകരയുടെ കാര്യം സ്പെസിഫിക് ആയിട്ട് പറയുന്നു. വടകര മാത്രമല്ല, നമ്മൾ KC വേണുഗോപാലിന്റെ കാര്യമൊക്കെ എടുക്കൂ. ആലപ്പുഴയിൽ മത്സരിക്കാൻ അദ്ദേഹവും തയ്യാറായില്ല. എനിക്ക് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ ജനങ്ങളെ സേവിക്കാൻ പറ്റില്ല എന്നൊരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതായത് കരുത്തനായ സ്ഥാനാർത്ഥി വന്ന സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കാൻ താല്പര്യക്കുറവ് കാണിക്കുന്നു. രാഷ്ട്രീയപരമായി നേരിടാൻ കഴിയാത്തൊരു സാഹചര്യം കോൺഗ്രസിന് മുന്നിൽ വളർന്നു വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിൽ ആ സംഗതിയിൽ മറ്റു പ്രധാനപ്പെട്ട വസ്തുതയും കൂടെ ഉള്ളടങ്ങിയിട്ടുണ്ട്. അതായത് ഈ നേതാക്കളാരും ഇപ്പോൾ മനു സൂചിപ്പിച്ച ഈ പറയുന്ന KC വേണുഗോപാൽ, ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ, അങ്ങനെയുള്ള ഇപ്പോ അതുപോലുള്ള ആ നിലയിലുള്ള ഇപ്പൊ ഉമ്മൻചാണ്ടിയെ പലയിടത്തേക്കും പരിഗണിച്ചിരുന്ന അദ്ദേഹം ഇല്ലാതായി. എന്നാൽ ഇവരാരും തന്നെ ഞങ്ങൾ പുതുതലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയാണ്. വടകരയിൽ പോലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ നിലയ്ക്ക് പറയുന്നില്ല, അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പോ ഈ സീറ്റിന് വേണ്ടി ഇന്നും പിന്നെ ഡൽഹിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മാത്യു കുഴൽനാടനെ പോലുള്ള നേതാക്കൾ അവര് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം 2014 അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പത്രത്തിൽ എഴുതിയതിന്റെ തലക്കെട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കുഴൽനാടന്റെ ലേഖനത്തിൽ തലക്കെട്ട് വേണം തലമുറ മാറ്റം കോൺഗ്രസിൽ എന്നാണ് തലക്കെട്ട് തന്നെ. എഡിറ്റോറിയൽ എഴുതിയ ലേഖനം ഒരു പത്രത്തില്. ആ തലമുറ മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നവരൊക്കെ ഇപ്പോഴും സജീവമായിട്ട് സീറ്റിന് ശ്രമിക്കുകയാണ്, കിട്ടുന്നില്ല. പക്ഷെ ഈ നേതാക്കൾ സീറ്റ് വേണ്ട, വടകര സീറ്റ് വേണ്ടെന്ന് വെക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലും പറയുന്നില്ല താൻ പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയാണെന്ന് പറയുന്നില്ല. എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, അടുത്ത അസംബ്ലിയിൽ സീറ്റ് താല്പര്യമുണ്ട് അദ്ദേഹത്തിന്. KC വേണുഗോപാലിന് അടുത്ത അസംബ്ലിയിൽ സീറ്റ് താല്പര്യമുണ്ട്. അപ്പൊ ആ താല്പര്യം നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുതിർന്ന പുതുതലമുറയ്ക്ക് വഴിമാറി കൊടുക്കുന്ന ഡയലോഗ് പറയാത്തത് കൊണ്ടാണ്. എന്നാൽ പരാജയ ഭീതി ഉള്ളതുകൊണ്ട് ഇവിടെ മത്സരിക്കുന്നുമില്ല. അത് പക്ഷെ പുറത്ത് പറയാനും വയ്യ. ഈ ഒരു അവസ്ഥ കോൺഗ്രസ് നേരിടുകയാണ് കേരളത്തിൽ ഉടനീളം. എല്ലാ മണ്ഡലങ്ങളിലും ഏറിയും കുറഞ്ഞും ഈ സ്ഥിതി ഉണ്ട്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാൻ തുടരുക. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ ജേക്കബ് ജോർജ് കൂടി നമ്മുടെ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഹൈക്കമാൻഡ് ആവർത്തിച്ച് പറഞ്ഞിട്ടും മുകുൾ വാസ്നിക്ക് ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടും മത്സരിക്കാൻ മുല്ലപ്പള്ളി തയ്യാറാകുന്നില്ല വടകരയിൽ. എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? മറുഭാഗത്തു നിന്ന് വരുന്ന ഒരു അടക്കം പറച്ചിൽ എന്ന് പറയുന്നത് മുല്ലപ്പള്ളിക്ക് പരാജയ ഭീതിയാണ്, അതുകൊണ്ടാണ് P ജയരാജനെ നേരിടാൻ വടകരയിൽ നിൽക്കാത്തത് എന്നുകൊണ്ടാണെന്നാണ് ഒരു തരത്തിലുള്ള വാദം. അങ്ങനെയാണോ താങ്കൾ കണക്കാക്കുന്നത് ശ്രീ ജേക്കബ് ജോർജ്? ആയതുകൊണ്ട് തിരക്കിൽ മത്സരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കാര്യം നമ്മൾ മുഖവിലക്കെടുത്താൽ തന്നെ എന്തുകൊണ്ട് വടകരയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിൽ KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക്
ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരാജയപ്പെട്ടു എന്നൊരു ചോദ്യം ഉദിക്കുന്നില്ലേ? നമ്മുടെ വയനാട് സീറ്റിന് വേണ്ടി വാശി പിടിക്കുന്ന ടി സിദ്ദിഖിന്റെ പേര് ഒരു ഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നു. എന്തുകൊണ്ട് അപ്പോൾ അദ്ദേഹം നിന്നില്ല എന്ന ചോദ്യവും നമുക്ക് ചോദിക്കാം, ഇല്ലേ ശ്രീ ജേക്കബ് ജോർജ്? അതെ, വടകര വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് CPM പി ജയരാജനെ പോലെ ഒരു ഉയർന്ന നേതാവിനെ, ഹെവി വെയിറ്റ് നേതാവിനെ രംഗത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വടകരയുടെ പ്രാധാന്യം, അതിന്റെ പ്രസക്തി വളരെ കൂടി. സ്വാഭാവികമായിട്ടും മുല്ലപ്പള്ളി ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ UDFന്റെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ അദ്ദേഹം KPCC അധ്യക്ഷനാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് അധികം വിയർപ്പൊഴുത്താതെ വിജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ ജയരാജൻ അതിനോടുകൂടി ചിത്രം മാറി. അത് തന്നെയാണ് പല മണ്ഡലങ്ങളിലും നമ്മളിപ്പം കാണാൻ കഴിയുന്നത്. പത്തനംതിട്ടയാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും എറണാകുളത്താണെങ്കിലും ഒക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ, അവരുദ്ദേശിച്ചിരുന്ന സ്ഥാനാർത്ഥികൾ പോരാ എന്നൊരു ചിന്താഗതി പരക്കെ വ്യാപകമായി. അത് വടകരയിലേക്കും വന്നു എന്നുള്ളതാണ് സ്ഥിതി. അത് അവരുടെ സ്ഥാനാർത്ഥികൾ തന്നെ പറയുന്നുമുണ്ട് ശ്രീ ജേക്കബ് ജോർജ്. നമ്മുടെ കെ സുധാകരനും MK രാഘവനും ഒക്കെ ഹൈക്കമാൻഡിനെ ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് ദുർബലനായ സ്ഥാനാർത്ഥിയാണ് വടകരയിൽ വരുന്നത്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർ തന്നെ പറയുന്നു. അതെ, അവിടെ ശക്തനായ കാര്യം അത് മുല്ലപ്പള്ളി, പക്ഷെ മുല്ലപ്പള്ളി കൂട്ടാക്കുന്നില്ല. അതാണ് ഈ പേടിച്ചോടുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കാര്യത്തെ ധൈര്യത്തോടെ മുഖത്തോട് മുഖം നിന്ന് നേർക്കുനേർ നിന്ന് ശക്തിയായി നേരിടാനുള്ള ശേഷി ചില നേതാക്കന്മാർക്കെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാവും എളുപ്പം. ശരി, അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് വരുന്നു ശ്രീ ജേക്കബ് ജോർജ്. ഒപ്പം തന്നെ ശ്രീ M ജയചന്ദ്രൻ, ദയവായി നിങ്ങൾ തുടരുക. ഞങ്ങൾക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാസർഗോഡ് UDFിലെ പൊട്ടിത്തെറികൾ അതിന്റെ പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പ്രചാരണം നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവിടെ DCC പ്രസിഡന്റ് അടക്കമുള്ളവരോടുള്ള പ്രതിഷേധം കൊണ്ടാണ് ഇന്ന് അദ്ദേഹം പ്രചാരണം നിർത്തിവച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വം കാസർഗോഡ് പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ കാസർഗോഡ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ അലയടിച്ചിരുന്നത്. ഉണ്ണിത്താനെ അംഗീകരിക്കില്ല എന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ അലയടിച്ചു. പരസ്യ പ്രകടനങ്ങൾ വരെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. സുബയ്യറയ്ക്ക് സീറ്റ് നൽകുമെന്നൊരു ചിന്തയായിരുന്നു തുടക്കം മുതൽ അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അവസാന നിമിഷം വളരെ അപ്രതീക്ഷിതമായി അവിടേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ കടന്നു വരുന്നു. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ അവിടെ പ്രചാരണം തുടങ്ങിയതാണ്. പക്ഷേ ഇന്നിപ്പോൾ നിസ്സഹകരണം കാരണം പ്രചാരണം നിർത്തിവച്ചിരിക്കുന്നു എന്ന ഏറ്റവും ഗൗരവമായ ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ അവിടെ UDFിൽ എത്തിയിരിക്കുന്നു. വലിയ പൊട്ടിത്തെറിയിലേക്ക് കാസർഗോഡ് സീറ്റ് നൽകിയതും അവിടുത്തെ പ്രചാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസ് വലിയ തോതിൽ പിന്നോട്ടടിക്കപ്പെടുന്നു. UDFിന് വലിയ തിരിച്ചടി നേരിടുന്നു എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരു പക്ഷേ സമീപകാലത്തൊന്നും നമ്മൾ ഇതുപോലെ കണ്ടിട്ടില്ല. ഒരു സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ സ്ഥാനാർത്ഥി പ്രതിഷേധം മൂലം പ്രചാരണം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം. അതായത് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തോട്, UDF നേതൃത്വത്തോടുള്ള പ്രതിഷേധം മൂലം, അവരുടെ നിസ്സഹകരണം മൂലം മടുത്തുവെന്ന പ്രതിഷേധത്തിൽ അദ്ദേഹം പ്രചാരണം നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ് ഈ കാസർഗോട്ടെ സംഭവങ്ങൾ. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വം വന്ന സംഭവത്തിൽ 18ഓളം DCC അംഗങ്ങൾ അവിടെ DCC പ്രസിഡന്റിന് എതിരെ പരാതി KPCC നേതൃത്വത്തിന് നിവേദനം നൽകുന്നു. KPCC നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവിടെ DCC പ്രസിഡന്റ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് അവിടെ രാജ്മോഹൻ ഉണ്ണിത്താന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് എന്ന രീതിയിലുള്ള പരാതി വരുന്നു. DCC പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റാം എന്ന താൽക്കാലിക നേതാക്കന്മാരുടെ താൽക്കാലിക ഉറപ്പിന്മേലാണ് ഇന്നലെ അവിടെ വിവാദം ഒടുവിൽ താൽക്കാലികമായി അടങ്ങിയത്. എന്നാൽ ഇന്നിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പ്രചാരണം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അദ്ദേഹം അവിടെ പ്രചാരണം നിർത്തിവെച്ചത് അവിടുത്തെ നിസ്സഹകരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അവിടെ പ്രചാരണം നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം ഗ്രൂപ്പ് കളികൾ സജീവമായ കോൺഗ്രസിൽ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് AI ഗ്രൂപ്പുകൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തമ്മിലടിച്ചപ്പോൾ, പോര് നടത്തിയപ്പോൾ ഇന്നലെ VM സുധീരൻ പറഞ്ഞതുപോലെ പ്രവർത്തകരുടെ മനസ്സാണ് മടുത്തതെന്ന് VM സുധീരൻ അടക്കമുള്ളവർ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഗ്രൂപ്പ് പോരും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഉൾപാർട്ടി ഭിന്നതകളും വളരെ ശക്തമായി കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നു. അതിന്റെ ഫലമായി ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചാരണം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിലിനോടുള്ള
പ്രതിഷേധത്തെ തുടർന്നാണ് അദ്ദേഹം അവിടെ നിന്നുള്ള DCCയോടുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് അദ്ദേഹം പ്രചാരണം നിർത്തിവച്ചത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് UDF കാസർഗോഡ് നീങ്ങുന്നു. 4 മണ്ഡലങ്ങളിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിൽക്കുമ്പോഴാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഒരു മണ്ഡലത്തിൽ അവിടുത്തെ നിസ്സഹകരണം മൂലം ആ സ്ഥാനാർത്ഥിക്ക് പ്രചാരണം നിർത്തിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏറ്റവും ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം. രാജ്യം നേരിടുന്ന ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഗ്രൂപ്പ് കളികളും ഇത്തരത്തിലുള്ള നടപടികളും മൂലം അവർക്ക് പ്രചരണം നടത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. VM സുധീരൻ അടക്കമുള്ളവർ ഇന്നലെ ഇതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. കാസർഗോഡ് നമ്മൾ കണ്ടതാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആ സമയം മുതൽ അവിടെ ഉണ്ടായ പൊട്ടിത്തെറികൾ. പരസ്യമായി പ്രവർത്തകർ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തുന്ന ഒരു അവസ്ഥ. DCC അംഗങ്ങൾ രാജിക്കൊരുങ്ങുന്ന സാഹചര്യം. പിന്നീട് അതിൽ നിന്നും പിന്മാറി DCC പ്രസിഡന്റിനെതിരെ KPCC നേതൃത്വത്തിന് 18ഓളം DCC അംഗങ്ങൾ പരാതി നൽകുന്ന ഒരു സാഹചര്യം, നിവേദനം നൽകുന്ന സാഹചര്യം. ഒടുവിൽ തെരഞ്ഞെടുപ്പിന് ശേഷം DCC പ്രസിഡന്റിനെ മാറ്റാം, അതുവരെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന നേതൃത്വത്തിന്റെ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഒരു വെടിനിർത്തൽ ഇന്നലെ ഉണ്ടായതായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് തനിക്ക് യാതൊരു വിധത്തിലുള്ള പിന്തുണയും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ അവിടെ പ്രചാരണം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ. വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലൂടെ കാസർകോട്ടെ UDF നേതൃത്വവും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം അവരുടെ പ്രചാരണ വേളയിൽ എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാസർകോട്ടെ അവരുടെ തർക്കം എല്ലാ അർത്ഥത്തിലും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് പോയ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. കാര്യങ്ങൾ വളരെ ഗൗരവതരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് മറുവശത്ത് സ്ഥാനാർത്ഥികളെ പോലും നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അവർക്ക് ഇപ്പോഴും 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി, പ്രത്യേകിച്ചും വടകരയിൽ കിടന്ന് കറങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. അവർക്കൊരു നല്ല സ്ഥാനാർത്ഥി ഇല്ലാതെ ആ വടകരയിൽ നിന്ന് 2 മണ്ഡലങ്ങൾക്കപ്പുറം കാസർഗോഡ് ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പ്രചരണം നിർത്തിവെക്കേണ്ട ദയനീയമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത്തരത്തിൽ വളരെ ഗൗരവതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് UDF നേതൃത്വം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടി വരുന്ന ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസിന്റെ പ്രചരണം എത്തി നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാസർഗോഡ് നിന്നും കാണാൻ കഴിയുന്നത്. സണ്ണി ചേരുന്നുണ്ട്. സണ്ണി, എന്താണ് സംഭവിക്കുന്നത്? കാസർഗോട്ടെ തർക്കങ്ങൾ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ണിത്താന് സ്ഥാനാർത്ഥിത്വം ലഭിച്ച ഉണ്ണിത്താൻ ഇപ്പോൾ പ്രചരണം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണോ? മനു, ഇപ്പൊ നമുക്ക് ഏറ്റവും അവസാനം ലഭിക്കുന്ന ഒരു വിവരം, ഉണ്ണിത്താൻ പ്രചാരണ രംഗത്തുനിന്ന് പിന്മാറുന്നു. കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം അദ്ദേഹവുമായി സഹകരിക്കുന്നില്ല. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് വളരെ രൂക്ഷമായ അഭിപ്രായ ഭിന്നത കോൺഗ്രസിനകത്ത് കാസർഗോഡ് കോൺഗ്രസിൽ ഉയർന്നു വന്നിരുന്നു. അഡ്വക്കേറ്റ് B. സുബയ്യറിയെ മുൻ DCC പ്രസിഡന്റ് MB ഒക്കെ ആയിരുന്ന ഐറാമറയുടെ മകൻ, അദ്ദേഹത്തിന്റെ പേരായിരുന്നു പ്രധാനമായ ലിസ്റ്റിലുണ്ടായിരുന്നത്. കൂടെ തന്നെ മറ്റ് DCC അതുപോലെ അബ്ദുള്ള കുട്ടി, PC വിഷ്ണുനാഥ് തുടങ്ങിയവരുടെ പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. പെരിയ ബാലകൃഷ്ണന്റെ, കാസർഗോഡുകാരനായ DCC ജനറൽ സെക്രട്ടറി പെരിയ ബാലകൃഷ്ണന്റെ പേരും പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ ഇവരെയൊക്കെ തള്ളി വളരെ പെട്ടെന്നായിരുന്നു DCCയുടെ അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കാതെ രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് അടിച്ചേൽപ്പിച്ചത്. ഇന്നലെ അദ്ദേഹത്തിന് വലിയ സ്വീകരണത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തെ ഇന്നലെ കാസർഗോഡ് DCC നേതൃത്വവും അതുപോലെ തന്നെ UDF നേതൃത്വം സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ വഷളായിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം രക്തസാക്ഷികളുടെ ചീമേനി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പോയിരുന്നു. ഇന്ന് പ്രചാരണം ആരംഭിക്കേണ്ടതായിരുന്നു വ്യക്തികളെ കാണേണ്ടത്. പക്ഷേ DCC പ്രസിഡന്റ് അക്കിംകുന്നിൽ ധിക്കാരപരമായി പെരുമാറുന്നു, അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നില്ല എന്ന നിലയിലുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. A ഗ്രൂപ്പിന് മേധാവിത്വമുള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ്. DCC പ്രസിഡന്റ് ഉമ്മൻചാണ്ടിയുടെ അടുത്തയാളാണ് അക്കിംകുന്നിൽ. അപ്പം രാജ്മോഹൻ ഉണ്ണിത്താനെ അടിച്ചേൽപ്പിച്ചു എന്നുള്ളൊരു വികാരമാണ് പൊതുവെ കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ അടുത്തയാൾ തന്നെയായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു സുബയ്യറൈ. പക്ഷെ ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ലഭിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹത്തിന് എല്ലാ സ്ഥലങ്ങളും മത്സരിച്ച് തോൽക്കുന്ന ഒരു ചരിത്രം മാത്രമേ ഉള്ളത്. അങ്ങനെയുള്ള ഒരാളെ ഇവിടെ അടിച്ചേൽപ്പിച്ചു എന്നുള്ള വികാരം കോൺഗ്രസിനകത്ത് പൊതുവെയുണ്ട്. നേരത്തെ 18ഓളം DCC അംഗങ്ങളും ഭാരവാഹികളും ഉൾപ്പെടെ രാജിക്കൊരുങ്ങിയിരുന്നു. അത് DCC പ്രസിഡന്റിനെതിരായിട്ടുള്ള വികാരത്തിന്റെ ഭാഗമായിരുന്നു. ഇതെല്ലാം കൂടി ചേർന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാത്ത സ്ഥിതിയിലുള്ള വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിലനിൽക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തന്നെ അദ്ദേഹം പിന്മാറിയതായിട്ട് ഇക്കാര്യങ്ങൾ KPCC നേതൃത്വത്തെ അറിയിച്ചതായാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ ഇത് കൂടുതൽ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാസർഗോഡ് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ അത് UDFന്റെ പൊതുപ്രശ്നമായി മാറുകയും
സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടും പ്രചാരണം തുടങ്ങാൻ കഴിയാത്ത ഗൗരവതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാസർഗോഡ് കോൺഗ്രസ് എത്തി നിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മനു, തീർച്ചയായും സണ്ണി പറഞ്ഞതുപോലെ നമ്മൾ ഈ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നിമിഷം മുതൽ കാസർഗോഡ് വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ നിസ്സഹകരിക്കുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ അവിടെ ഉയർന്നു വന്നൊരു ആരോപണം, അതായത് DCC പ്രസിഡന്റ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് സുബയ്യർ റൈക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ ഉണ്ണിത്താനെ പോലൊരാൾ അങ്ങോട്ട് വന്നത് എന്നാണ്. തെറ്റായ വിവരങ്ങളാണ് KPCCക്ക് നൽകിയതെന്നൊരു ആരോപണമാണ് DCC പ്രസിഡന്റിനെതിരെ ഇന്നലെ ഉയർന്നു വന്നത്. അതിനുശേഷം താൽക്കാലിക വെടിനിർത്തൽ എന്ന രീതിയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം, ഇലക്ഷന് ശേഷം DCC പ്രസിഡന്റിനെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഈ സാഹചര്യങ്ങളൊക്കെ മാറിമറിഞ്ഞ് ഉണ്ണിത്താന് പ്രചരണം നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? DCC പ്രസിഡന്റുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വം കാസർകോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിന് പൊതുവെ സ്വീകാര്യമല്ല. അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആൾ, പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ കഴിയില്ല, പൊതുവെ സ്വീകാര്യമല്ലാട്ട അദ്ദേഹത്തിന്റെ വന്നപ്പോൾ മുതലുള്ള രീതികളും കാര്യങ്ങളൊക്കെ DCC നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു. ഉണ്ണിത്താനാകട്ടെ DCC നേതൃത്വമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിന്റെ രീതികളും DCC നേതൃത്വമായിട്ട് പൊരുത്തപ്പെടുന്ന ശൈലിയിലുമായിരുന്നില്ല. ഇതൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള പൊതുവികാരം DCC പ്രസിഡന്റിനും അതുപോലെ കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നത്. സതീഷ് ചന്ദ്രനാകട്ടെ LDF സ്ഥാനാർത്ഥി 1ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി പൊതുപര്യടനം 2 ദിവസത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി വിഷയവുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ പ്രശ്നങ്ങൾ പാർട്ടി നേരിടുന്നത് സ്ഥിതിവിശേഷമുള്ളത്. മനു, സണ്ണി, ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഇടപെടലുകൾ, അതായത് കഴിഞ്ഞ ദിവസം കണ്ടതാണ് മുതിർന്ന നേതാക്കന്മാരടക്കം ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുന്നത്, അതിനുള്ള നീക്കങ്ങൾ കാസർഗോഡ് ഇപ്പോൾ കാണുന്നുണ്ടോ? കാരണം പ്രചരണം നിർത്തിവെക്കുക, ഒരു സ്ഥാനാർത്ഥി പ്രചരണം നിർത്തിവെക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഗൗരവതരമായ ഒരു സാഹചര്യമാണ്. അതിനെ മറികടക്കാൻ തീർച്ചയായിട്ടും മനു, ഇനിയിപ്പോ എന്താണ് കാര്യങ്ങളിലേക്ക് എത്തുക, സ്ഥാനാർത്ഥിയെ മാറ്റുക എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വത്തെ തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് ചട്ടമ എതിർത്തിനെ തുടർന്ന് DCC പ്രസിഡന്റിനെ മാറ്റണം. കാരണം കാസർകോട്ടെ പൊതുവികാരം KPCC ഹൈക്കമാൻഡ് നേതൃത്വങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്ന നിലയിലായിരുന്നു കോൺഗ്രസിലെ ഭൂരിഭാഗം പ്രവർത്തകരുടെ നേതാക്കളുടെ അഭിപ്രായം. ഇതേ തുടർന്നാണ് ഉമ്മൻചാണ്ടിന്റെ രമേശ് ചെന്നിത്തലയും സമവായ ചർച്ച നടത്തി ഇലക്ഷന് ശേഷം DCC പ്രസിഡന്റിനെ മാറ്റാം എന്നത് ഉൾപ്പെടെയുള്ള ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ DCC ഭാരവാഹികൾ നമുക്ക് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ്. അക്കിംകുന്നിലിനെ മാറ്റാം എന്നുള്ളത്. ഈ സ്ഥിതിവിശേഷത്തിലേക്ക് ഒക്കെ നീങ്ങിയത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വരവാണ്. അദ്ദേഹത്തിന് കാസർഗോഡ് അടിസ്ഥാനപരമായി യാതൊരു വിഭജന അടിത്തറയോ ബന്ധമോ പാർട്ടി പ്രവർത്തകരായിട്ട് അടുപ്പമോ ഒന്നുമില്ല. അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി LDFന്റെ ഏറ്റവും ശ്രദ്ധേയനായ സതീഷ് ചന്ദ്രനെ പോലെ വളരെ ജനകീയനായിട്ടുള്ള സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സതീഷ് ചന്ദ്രനെ നേരിടാൻ ഉണ്ണിത്താന് സാധിക്കില്ല എന്ന പൊതുവികാരം കോൺഗ്രസിനകത്തും UDFനകത്തും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രതിഫലനമായിട്ട് വേണം നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങൾ അതീവ ഗൗരവതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് UDFും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും കാസർഗോഡ് എത്തി നിൽക്കുന്നു എന്നതാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. ശരി സണ്ണി ജോസഫ് ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കാസർഗോഡ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചാരണം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്